കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ്, ജനറൽ, സെല്ലിംഗ് എക്സ്പെൻസസ് അത് സാധാരണ വരേണ്ടതാണ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. അത് വരുന്നില്ല. അത് വരുന്നില്ല എങ്കിൽ അവിടെ എന്തോ ഒരു മാൽ പ്രാക്ടീസസ് ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. GST ക്രെഡിറ്റ് ഉള്ള ആൾ വാങ്ങുകയാണ് ചെയ്യുന്നത്, പക്ഷെ സാധനം വരുന്നില്ല. അപ്പം GST ക്രെഡിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ സാധനം വരുന്ന ബില്ലിൻ്റെ GST ക്രെഡിറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വയലേഷൻ തന്നെയാണ്. സ്റ്റീൽ മാനുഫാക്ചേഴ്സിൻ്റെ കേസിലൊക്കെ അനവധി കേസുകൾ GST റെയ്ഡ് നടത്തിയിട്ട്, അതുപോലെ തന്നെ ഈ ഗോൾഡിൻ്റെ കേസുകളിലൊക്കെ ഗോൾഡ് മാനുഫാക്ചേഴ്സും അതുപോലെ തന്നെ യൂണിറ്റിലൊക്കെ നമുക്ക് ഞങ്ങളുടെ ഓഫീസിൽ തന്നെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്ന് ജെനുവിൻ കേസിൽ ആ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി വേറൊരു സർക്കംസ്റ്റൻസസിൽ ഈ ഡെഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്ലോ മൂവിങ് സ്റ്റോക്ക് ഇതിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൂടുന്നുണ്ടാവും. നമുക്കെപ്പോഴും ഒരു ഇൻവെൻ്ററി ടേൺ ഓവർ ഡേയ്സ് ഉണ്ട്. അത് ചിലപ്പോൾ 40 ദിവസമാവാം, 42 ദിവസമാവാം. പക്ഷേ ഈ വർഷത്തെ എടുത്ത് നോക്കുമ്പോൾ അത് 70-80 ദിവസത്തെ, അത്രയും ദിവസത്തെ ഒന്നും ആവശ്യമില്ല. സാർ ഇപ്പോൾ ഒരു സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ സെയിൽസ് കറക്റ്റായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ എക്സ്പെൻസും സ്വാഭാവികമായിട്ടും ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഘട്ടത്തിൽ ആ ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ സെയിൽസ് കൂടുന്നുണ്ട്, എന്നാൽ എക്സ്പെൻസ് കൂടുന്നില്ല. ഈ ഒരു ഘട്ടത്തെ സാറിൻ്റെ ഒരു വിഷയത്തിൽ, സാറിൻ്റെ അഭിപ്രായത്തിൽ അവരെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അത് അനലൈസ് ചെയ്ത് വരുന്ന സമയത്താണ്, അതായത് സെയിൽസ് കൂടിയിട്ടുണ്ട്, അതെ അതെ അതെ, പക്ഷെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ്, ജനറൽ, സെല്ലിംഗ് എക്സ്പെൻസസ് അത് സാധാരണ വരേണ്ടതാണ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. അത് വരുന്നില്ല. അത് വരുന്നില്ല എങ്കിൽ അവിടെ എന്തോ ഒരു മാൽ പ്രാക്ടീസസ് ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഓക്കെ ഓക്കെ. ആ അനുമാനം ചെന്ന് നിൽക്കുന്നത്, ഞങ്ങളുടെ അനുഭവത്തിൽ ചെന്ന് നിൽക്കുന്നത്, സെയില് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടില്ല. ഓക്കെ. അതായത് ഒന്നെങ്കിൽ ഈ പൈലിംഗ് അപ്പ് ഓഫ് ഇൻവെൻ്ററി മറ്റുള്ളവരുടെ കണ്ണിൽ മറയ്ക്കാൻ വേണ്ടി അവർ ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സാധനം പോയിട്ടില്ല. അപ്പോൾ ഇൻവെൻ്ററി മൂവായി ഡെറ്റേഴ്സിലേക്ക് വന്ന് നിൽക്കും. അപ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ കഴിയും. ഓക്കെ. അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ബില്ല് അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും റേസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി വയലേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും അതൊരു സ്റ്റാറ്റ്യൂട്ടറി വയലേഷൻ തന്നെയാണ്. ഈ സാധാരണ GST ക്രെഡിറ്റ് ഉള്ളവരാണ് ആ ഇൻവോയ്സ് അവിടെ വാങ്ങുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. GST ക്രെഡിറ്റ് ഉള്ള ആൾ വാങ്ങുകയാണ് ചെയ്യുന്നത്, പക്ഷേ സാധനം വരുന്നില്ല. അപ്പോൾ GST ക്രെഡിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ സാധനം വരുന്ന ബില്ലിൻ്റെ GST ക്രെഡിറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വയലേഷൻ തന്നെയാണ്. ഇങ്ങനെ ചെയ്ത കേസുകൾ ഞങ്ങളുടെ അനുഭവത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ ധാരാളം കേസുകൾ വന്നിട്ടുണ്ട്. സ്റ്റീൽ മാനുഫാക്ചേഴ്സിൻ്റെ കേസിലൊക്കെ അനവധി കേസുകൾ GST റെയ്ഡ് നടത്തിയിട്ട്, അതുപോലെ തന്നെ ഈ ഗോൾഡിൻ്റെ കേസുകളിലൊക്കെ ഗോൾഡ് മാനുഫാക്ചേഴ്സും അതുപോലെ തന്നെ യൂണിറ്റിലൊക്കെ നമുക്ക് ഞങ്ങളുടെ ഓഫീസിൽ തന്നെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ നോക്കിക്കൊണ്ട് തന്നെയാണ് ഓഫീസേഴ്സ് അസസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ റോങ് ഫുള്ളായിട്ടുള്ള ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ അവർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ അതും അതിന് വരുന്ന പിഴയും അതിന് വരുന്ന പലിശയൊക്കെ അതും ഒരു ദോഷം സംഭവിക്കുന്നതാണ്. ശരിക്കും ഒരു കമ്പനി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അവർക്കൊരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും, സെയിൽസ് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്ന് ജെനുവിൻ കേസിൽ ആ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി വേറൊരു സർക്കംസ്റ്റൻസസിൽ ഈ ഡെഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്ലോ മൂവിങ് സ്റ്റോക്ക് ഇതിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൂടുന്നുണ്ടാവും. നമുക്കെപ്പോഴും ഒരു ഇൻവെൻ്ററി ടേൺ ഓവർ ഡേയ്സ് ഉണ്ട്. അത് ചിലപ്പോൾ 40 ദിവസമാവാം, 42 ദിവസമാവാം. പക്ഷേ ഈ വർഷത്തെ എടുത്ത് നോക്കുമ്പോൾ അത് 70-80 ദിവസത്തെ, അത്രയും ദിവസത്തെ ഒന്നും ആവശ്യമില്ല. അത് വെറും ഞാൻ പറഞ്ഞത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഇല്ലാതെയാക്കുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ എത്ര ദിവസമാണ് ഇൻവെൻ്ററി നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്? അതിന് പ്രൊപ്പോർഷനേറ്റ് അല്ലാതെ വരുമ്പം
ഇൻവെൻ്ററി ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇത് എക്സസ് ആണ്, സ്ലോ മൂവിങ് ആണ്, നോൺ മൂവിങ് ആണ്. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് സിസ്റ്റർ കൺസേണിലൊക്കെ അപൂർവം ചില ബിസിനസ് സ്ഥാപനങ്ങൾ അങ്ങോട്ട് ഇൻവോയ്സ് ചെയ്യും, പക്ഷേ ഡെലിവറി ഇല്ല. അതെങ്ങനെയാണത്? ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഒരു ഇൻവോയ്സ് ഇടും, പക്ഷേ ഡെലിവറി കൊടുക്കില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞത് അത് നെക്സ്റ്റ് ഡേ, അതായത് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് വീക്കിൽ അവർ ഞാൻ പറഞ്ഞത് റിട്ടേൺ ആയിട്ട് ആ സാധനം തിരിച്ചും വരും. അപ്പോൾ ഒരു മാർച്ച് 31 ഒരു അക്കൗണ്ട് മാനിപ്പുലേഷനാണ് അത് സംഭവിക്കുന്നത്. ഇത് ഒരു വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ബിസിനസ്സിൻ്റെ ഒരു ഫെയിലിയറിലേക്ക് തന്നെ അവസാനം ചെന്നെത്തും. കാരണം ഇൻവെൻ്ററി മൂവ് ചെയ്യുന്നില്ല എങ്കിൽ എല്ലാ പ്രൊഡക്റ്റിനും ഒരു പീരീഡുണ്ട്, ഒരു യൂസ്ഫുൾ ലൈഫുണ്ട്. ആ യൂസ്ഫുൾ ലൈഫിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് ഇൻവെൻ്ററി മൂവ് ചെയ്താൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞത് 30 days കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പാല് മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ പാല് മേടിക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് നോക്കുന്നത് മാനുഫാക്ചറിങ് റേറ്റ് ആണ്. അത് നമുക്കറിയാം, ഒരു ഇന്നലത്തേത് കിട്ടുവാണെങ്കിൽ നമുക്ക് സന്തോഷം, ഇന്നത്തെ കിട്ടുവാണെങ്കിൽ അതിലും സന്തോഷം അല്ലേ. പാല് മേടിക്കാൻ പോകുന്ന അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അവർ കടയിൽ നിന്ന് എടുത്ത് തരുമ്പോൾ നമ്മൾ നോക്കുന്ന, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നോക്കുമ്പോൾ കാണും. ഇതേ എഫക്റ്റ് തന്നെയാണ്. ആ യൂസ്ഫുൾ ലൈഫിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇൻവെൻ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് പോയില്ലെങ്കിൽ, അതായത് വെയർ ഹൗസിൽ നിന്ന് അത് പോയിട്ടില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടം വരുത്തും. ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവോയ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചില അപൂർവം സ്ഥാപനങ്ങൾ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്ന്, ഡെറ്റേഴ്സിൽ കയറും, കാഷിൻ്റെ ഇൻഫ്ലോ ഇല്ല. സെയിലുണ്ട്, കാഷിൻ്റെ ഇൻഫ്ലോ ഇല്ല. ആ ഇൻഫ്ലോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എക്സ്പെൻസസ് പേ ചെയ്യാൻ പറ്റിയല്ല, ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിയല, EMIയും ഇൻട്രസ്റ്റും സർവീസ് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നിലധികം വർഷം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഇൻവെസ്റ്റേഴ്സും ലോൺ കൊടുത്ത ബാങ്കും അതേപോലെ തന്നെ ബിസിനസ് അനാലിസ്റ്റും കണ്ടുപിടിക്കും, ഓഡിറ്റേഴ്സും അത് കണ്ടുപിടിക്കും ചില റേഷ്യോ അനാലിസിസിലൂടെ. അപ്പോൾ അത് വന്നാൽ മാർക്കറ്റിൽ ഈ കമ്പനിയുടെ കമ്പനിയാണ് എങ്കിൽ ഷെയർ വാല്യൂ കുത്തനെ ഇടിയും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് റേറ്റിംഗ് ഏജൻസീസ് ഡൗൺഗ്രേഡ് ചെയ്യും, ബാങ്ക് ലോൺ റീകോൾ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടിട്ട്, ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇടുക എന്ന് പറയുന്നത് തന്നെ റീകോൾ ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. അതേപോലെ തന്നെ ഈ കാഷിൻ്റെ ഇൻഫ്ലോയും നമുക്ക് ആവശ്യത്തിന് വരുന്നില്ലാത്തത് കൊണ്ട് എല്ലാ ബിസിനസ്സിനും ഒരു റീറ്റെയിൻ പ്രോഫിറ്റ് വരുമ്പം ഒരു നാച്ചുറൽ എക്സ്പാൻഷനുണ്ട്. ആ എക്സ്പാൻഷൻ ഇവിടെ നടക്കുകയില്ല. അതിങ്ങനെ ഡിക്ലൈൻ ചെയ്ത് പിന്നെയും ഡിക്ലൈൻ ചെയ്ത് അവസാനം ആ ഷട്ടർ താഴേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഞാൻ തർപ്പിച്ച് പറയുന്നു, നല്ല ഒരു പോളിസി അത് കൺസിസ്റ്റൻ്റായിട്ട് നല്ല ഒരു വ്യൂവിൽ നമ്മൾ ബിസിനസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് മാർജിൻ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാനും ഒരു നാച്ചുറൽ ഗ്രോത്ത് ഇൻ ടേൺ ഓവറിൽ നമുക്ക് കൊണ്ടുവരാനും പറ്റും. ആ പോളിസി അഡോപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം എപ്പോഴും നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ, അതായത് തകർച്ചയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നല്ല ഒരു എറോഷൻ ഓഫ് ക്യാപിറ്റലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഒരു ബിസിനസ് സ്ഥാപനം നഷ്ടപ്പെട്ടു പോയാൽ ആ ബിസിനസ് സ്ഥാപനത്തിന് മാത്രമല്ലല്ലോ, ബാങ്ക് അതിലൊരു സ്റ്റേക്ക് ഹോൾഡറാണ്. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, അവരുടെ ടീമെല്ലാം ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ഒരു പ്രൂഡൻറ്റ് പോളിസി സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് നിത്യേന എന്ന പോലെ അവർ പ്രാബല്യത്തിൽ വരുത്തി അത് ചെയ്തിരിക്കണം. ചെയ്താൽ ഞാൻ പറയുന്നു ഒരു 100% പറയുന്നില്ല, പക്ഷേ ഒരു 80% നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളെ ഈവൻ ഒരു
അല്പം ഡിക്ലൈനിങ് ആണെങ്കിൽ പോലും നമുക്കത് റിവൈവ് ചെയ്ത് കൊണ്ടുവന്ന് അവരെ നമുക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയും.